യുവതി ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ വിദേശത്താണ്, മറ്റൊരു രാജ്യത്താണ് ഈ യുവതി ഉള്ളത്. അന്വേഷണ സംഘം ആവശ്യപ്പെടുകയാണെങ്കിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടെ ഈ പത്തനംതിട്ടയിൽ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ യുവതിയെയും കൂടി ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമാക്കാനുള്ള നീക്കം എത്രത്തോളമാണ് അമൽ? എന്തെങ്കിലും അതറിയാൻ കഴിയുന്നുണ്ട്? ഇപ്പം യുവതിയെ വീഡിയോ കോളിൽ കൂടി വിളിച്ച് ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നേടാൻ ഇന്നെന്തെങ്കിലും നീക്കം നടത്തുമോ അന്വേഷണ സംഘം? സേതുലക്ഷ്മി, അന്വേഷണ സംഘം യുവതിയുമായി വ്യക്തമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നടന്നതിന് ശേഷവും ഈ എയർ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചതിന് ശേഷവും യുവതിയുമായിട്ട് വീഡിയോ കോൺഫറൻസ് വഴി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് യുവതിയുടെ ഭാഗത്തു നിന്നുള്ള ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് തന്നെ നാട്ടിൽ തിരിച്ചെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവതി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒട്ടനവധി യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള ആസക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിക്രമത്തിന് ഇരയായിട്ടുള്ള വിവരങ്ങളെല്ലാം സമൂഹത്തിന്റെ വാർത്താബോധത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പരാതിയുമായിട്ട് ചിലർ മാത്രം മുന്നോട്ട് വരുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ആളുകളും പിന്നീട് ഉണ്ടാകുന്ന ഈ ഒരു തരത്തിലുള്ള ആശങ്കയും കുഴപ്പങ്ങൾ തങ്ങൾക്ക് സമൂഹത്തിൽ നേരിടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റും നേരിടുന്ന ആക്രമണങ്ങളെയൊക്കെ ഭയന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും ഇത്തരത്തിലുള്ള ചിലർ തങ്ങൾക്കേറ്റ കടുത്ത അനീതിക്കെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നു എന്നത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ ഈ യുവതി ഇപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാനും പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുവാനാണ് തനിക്ക് താല്പര്യമെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും തെളിവുകൾ പൂർണ്ണമായും കൈമാറിയിട്ടില്ല. കുറച്ച് തെളിവുകൾ കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനുണ്ട്. അപ്പോൾ അതെല്ലാം കൈമാറുവാൻ കൂടി വേണ്ടിയിട്ടാണ് യുവതി വിദേശത്ത് നിന്നും ഇപ്പോൾ ഇവിടേക്ക് മടങ്ങിയെത്തുവാൻ തയ്യാറായിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി യുവതി പത്തനംതിട്ടയിൽ എത്തും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ രാഹുലിന്റെ റിമാൻഡും ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ഏതായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ യുവതിയുമായി ബന്ധപ്പെട്ട ഈ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഇതുവരെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നത് സാമ്പത്തിക ആരോപണം തന്നെയാണ്. അതിൽ ഒരു ചീറ്റിങ്ങിന്റെ കുറെ കൂടി ഗ്രാവിറ്റി കൂടുകയാണ്. ചീറ്റിംഗ് എന്നൊരു കേസിന്റെ അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി കുറെ കൂടി വലുതാവുകയാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തനിക്ക് 10,000 രൂപയുടെ ചെരുപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് യുവതിയിൽ നിന്ന് പണം പല സാഹചര്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു രീതിയിൽ അമലിലേക്ക് മടങ്ങിയെത്താൻ പറയുന്ന പോലെ ഈ പെൺകുട്ടിയുടെ ആരോപണങ്ങൾ ഗുരുതരമാണ്. സാമ്പത്തിക ചൂഷണം അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി യുവതി ഉപയോഗിക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം രാഹുലിന്റെ മൊഴികൾ കൂടി വരുന്നുണ്ട്. താൻ ഈ കുറ്റവാളിയല്ല, ഇതെല്ലാം ഉഭയസമ്മത പ്രകാരമാണ്, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ബന്ധമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മറ്റുള്ളവരെയൊക്കെ എങ്ങനെ പരിചയപ്പെട്ടോ എങ്ങനെ ബന്ധപ്പെട്ടോ അതുപോലെ തന്നെയാണ് ഇതിലേക്കും വന്നത്.